അരിപ്പൊടി വാട്ടി വച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഇനി ഇവനെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കണം. ഇതിന് പറയുന്ന പേരാണ് അടപ്പത്തിരി. നല്ലപോലെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ വെണ്ണഞ്ചി കറി, കുറച്ച് എല്ലും ശകലം ഇറച്ചിയും കൂടി ഇട്ടുള്ളൊരു കറിയും കൂടെ ഉണ്ട്. എൻ്റെ മോനെ സംഗതി പൊളിക്കും. അപ്പോൾ നമ്മുടെ ഷായനായെന്നുള്ള പൊടി ഐറ്റങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാക്കിയ ഷാനത്? മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇത്രയാണോ? ഗരം മസാലയും. ഓക്കെ, ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ സൗണ്ടാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്നാലും വെണ്ണഞ്ചി വെക്കുമ്പോൾ നമുക്ക് കുക്കറെ തന്നെ ഇട്ട് അടിച്ചെടുത്തില്ലെങ്കിൽ വെന്ത് കിട്ടാൻ വലിയ പാടാണ്. പച്ചമുളക് ഒരു 2 എടുത്ത് നടുവേ കീറിയിട്ട് തക്കാളിപ്പഴം ഒരു 5 6 കീറി അങ്ങോട്ട് ഇടുക. കൂടെ അതിൻ്റെ അതോട്ട് തട്ടുക. ഇനി ഒരു ചെറിയ കളർഫുള്ളായിട്ടുണ്ട്. ഇനി ഒരു ഇളക്ക്. ഇനി ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരിളക്ക് കൂടി. പൊടി ഐറ്റം എല്ലാം ഇട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഉണ്ടല്ലോ, ഈ ഗരം മസാലയൊക്കെ നമുക്ക് എല്ലാ കൂട്ടും പൊടിച്ചെടുക്കാൻ പറ്റും. ഈ കവർ പാക്കറ്റ് മേടിക്കാതെ നമ്മളിപ്പം മിക്ക ദിവസം ഇത് തന്നെയാണ് ചെയ്യുന്നത്, പൊടിച്ചെടുക്കുക മസാല. നമ്മളിപ്പോൾ ഇങ്ങനെ പൊടിമില്ലിൽ ചെന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലപോലെ മസാലകളൊക്കെ നമുക്ക് അവർ റെഡിയാക്കി തരും. ഇതുപോലെ കൂട്ടുമസാലയൊക്കെ പൊടിച്ചത് തരും. നമ്മളെ മല്ലിയും മുളകൊക്കെ നമ്മൾ തന്നെ വീട്ടിൽ മേടിച്ചിട്ട് കഴുകി വാരി പൊടിപ്പിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ മോനെ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ആയിരിക്കും. എല്ലും ഇറച്ചിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് കറി വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലും ഇറച്ചിയും കൂടെ കൂട്ടി അച്ഛനെ വെണ്ണഞ്ചി തന്നെ വെക്കാം, പക്ഷെ അത് കപ്പയ്ക്കാണ് നല്ലത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ നെയ്യുടെ ടേസ്റ്റ് എല്ലാം കൂടെ ഇറങ്ങി. ഇനി അവനെ അങ്ങോട്ടൊന്ന് ഇളക്കി എടുത്ത് ഒന്ന് വരട്ടിയെടുക്കുക. മസാലയൊക്കെ ഒന്ന് പിടിപ്പിക്കുന്ന മോനെ. ശകലം വെള്ളവും കൂടെ ഒഴിക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. എല്ല് ഇറച്ചിയാണ്ട് അറിയത്തില്ല, നമ്മളെന്നാണല്ലോ അത് വെച്ച് അടച്ചിട്ടുണ്ട്. ഒരു 3-4 വിസിലിൻ്റെ മണ്ടയിൽ ഇങ്ങ് പോരട്ടെ. വിസിലച്ചാ ഉടനെ അടിച്ചേക്കണേ, മിന്നിച്ചേക്കണേ. ഇതുപോലെ ബോൾ ചുരുട്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക, പ്രസ്സിൽ വെച്ച് ഇതുപോലെ പരത്തി എടുക്കുക. പ്രസ് അങ്ങോട്ട് വെക്കുക, അമുക്കുക, പ്രസ് അങ്ങോട്ട് വെക്കുക, അമുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഇതേണ്ട ചുട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ടിത് കണ്ടോ, ഇങ്ങനെ മറിച്ചും തിരിച്ചും ഇടുക. നമ്മളെന്ത് ചെയ്യും, ഇടയ്ക്ക് ഇതുപോലെ വന്ന് ചൂടണം. അങ്ങനെ ഈ അടുപ്പും ഭാഗത്തു നിന്ന് കഴിക്കുന്നതിൻ്റെ രുചി അതൊന്ന് വേറെ തന്നെയാണ് എൻ്റെ മക്കളെ. വർഷത്തെ റംബുട്ടാൻ്റെയൊക്കെ അവസ്ഥ ഇതാ കണ്ടോ. മഴ കാരണം മുഴുവൻ പൊഴിഞ്ഞു പോവുക, കാലാവസ്ഥ മോശം. അങ്ങനെ വെന്ത് നല്ല പരുവമായി വിസിലടിച്ചടിച്ച് പുള്ളി മടുത്ത് നിൽക്കുകയാണ്. നമുക്കിവനെ തുറന്ന് നോക്കാം. അങ്ങനെ നല്ല സൂപ്പർ എല്ല് കറി റെഡി. അതിലോട്ട് 2-3 കരിയാപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് നമ്മളൊന്ന് ഇളക്കും. എന്നിട്ട് അവനെ അടച്ച് വെച്ച ശേഷമാണ് നമ്മൾ കണ്ടോ ഇതെടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പാത്രത്തിലോട്ട് ഇവനെ അങ്ങോട്ട് ഒഴിച്ചെടുക്കുവാണ്. നല്ല എല്ലും കറിയും റെഡി. നല്ല കടുങ്കാപ്പിയും, ഇനി നല്ല കടുങ്കാപ്പിയും നമ്മുടെ അടപ്പത്തിരിയും റെഡി. അപ്പോൾ അവനെ നമുക്കിങ്ങനെ 2 അങ്ങോട്ട് എടുത്തിടുക പ്ലേറ്റിലോട്ട്. എന്നിട്ട് ആ എല്ല് കറി അങ്ങോട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി അടിയിൽ നിന്ന് ആ എല്ല് കൂട്ടി ഇങ്ങനെ
ഇങ്ങനെ അങ്ങോട്ട് ഇടുക. ഔ, ആ മണവും ആ ഗുണവും ഒന്ന് വേറെ തന്നെയാണ്. അവനെ അന്ന് ഞുള്ളി ആ എല്ലെ കൂട്ടി റബ്ബർ ബാൻഡ് പോലെ പിടിച്ചിരിക്കുന്ന ആ ഇറച്ചിയും കൂടി ഒന്ന് ഞുള്ളി ഇങ്ങോട്ട് എടുത്ത് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചാലുണ്ടല്ലോ, എൻ്റെ മോനെ, രാവിലത്തെ കാപ്പിക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട, ചകൻ പുകണെന്ന് ഒരു 3-4 എണ്ണം കഴിക്കാം. എന്തായാലും നമ്മുടെ പാത്തൂസും അച്ചൂസും വട്ടം കറങ്ങുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ അവരും എൻ്റെ കൂടെ കൂടി. അച്ചു പരിപാടി തുടങ്ങി. പാത്തു പണി തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും പാത്തുവിൻ്റെ അടുത്തേക്കും പാത്രം എത്തി. പാത്തുവും പരിപാടി തുടങ്ങുകയാണ്. അങ്ങനെ അച്ചുവും പാത്തുവും ഞാനും എല്ലാം കഴിക്കാൻ തുടങ്ങി. ശാലിന അതിലേക്കൂടെ ഇതിലേക്കൂടെയൊക്കെ നടന്ന് പുറകിൽ വന്ന് മേടിച്ച് കഴിക്കും. എപ്പോഴും ഇച്ചിരി അങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൂപ്പി താഴെ നിന്ന് മേടിച്ചും കഴിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.